An object starts with a speed u meter per second and travels along a straight line. അപ്പോ ഒരു ഒബ്ജക്റ്റ്, ഇത് ഫിസിക്സിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറുതായിട്ട്. ഒരു ഒബ്ജക്റ്റ് ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട്സ് വിത്ത് സ്പീഡ് ഓഫ്. അപ്പൊ ഇവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തെ സ്പീഡാണ് യു മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ട്രാവൽസ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ, അതിന് നേരെ ഒരു ലൈനിൽ കൂടെയാണ് മൂവ് ചെയ്യുന്നത്. ഇഫ് ദ സ്പീഡ് ഇൻക്രീസസ് അറ്റ് ദ റേറ്റ് ഓഫ് എ മീറ്റർ പെർ സെക്കൻഡ് എവറി സെക്കൻഡ്, ഓരോ സെക്കൻഡിലും എ മീറ്റർ പെർ സെക്കൻഡ് വെച്ച് അത് ഓരോ സെക്കൻഡിലും അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയാ പറയുന്നത്. എന്നിട്ടോ ദ സ്പീഡ് അറ്റ് ടൈം ടി സെക്കൻഡ്സ് ഈസ് യു പ്ലസ് എ ടി. അപ്പം സ്പീഡിന് തന്നിരിക്കുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്, യു പ്ലസ് എ ടി, ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറയാറുണ്ട്. അത് തന്നെ എവിടെയും പറഞ്ഞിരിക്കുന്നത്. ഇനി ദ സ്പീഡ് അറ്റ് 1 സെക്കൻഡ് ഈസ് 5 മീറ്റർ പെർ സെക്കൻഡ്. അതായത് സ്പീഡ് ടൈം 1 സെക്കൻഡ് ആയിരുന്നപ്പോ സ്പീഡ് പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത പോയിന്റ്, ആൻഡ് അറ്റ് 5 സെക്കൻഡ്സ് ഇറ്റ് ഈസ് 30 മീറ്റർ പെർ സെക്കൻഡ്. ടൈം 5 സെക്കൻഡ് ആയപ്പോഴത്തെ സ്പീഡ് 30 മീറ്റർ പെർ സെക്കൻഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ചോദിച്ചിരിക്കുകയാണ് വാട്ട് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് സ്പീഡ് ഈസ് ഇൻക്രീസിങ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യമേ. എ ആണ് റേറ്റ് ഓഫ് ചേഞ്ച്. ഇവിടെ എ എന്നുണ്ട് ഈ ഇക്വേഷൻ, ഇത് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. വാട്ട് വാസ് ദ സ്റ്റാർട്ടിംഗ് സ്പീഡ്, അതായത് യു അല്ലെ, യു ആണ് സ്റ്റാർട്ടിംഗ് സ്പീഡ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്താണെങ്കിലും ഇത്രയാണ് കണ്ടീഷൻസ്. നമുക്കിത് അപ്ലൈ ചെയ്ത് നോക്കാം. സ്പീഡിന്റെ ഇക്വേഷൻ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്, നമ്മൾ കാണാതെ പഠിക്കുന്നത് ഫിസിക്സിലാണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പം സ്പീഡിന്റെ ഇക്വേഷനിലോട്ട് ഈ തന്ന രണ്ട് സിറ്റുവേഷൻസും അപ്ലൈ ചെയ്യാം. അപ്പൊ ആദ്യം പറഞ്ഞിരിക്കുന്നത് ടൈം 1 സെക്കൻഡ് ആവുമ്പോ സ്പീഡിന്റെ ഇക്വേഷനിൽ നമ്മൾ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇതാണ് സ്പീഡിനുള്ള ഇക്വേഷൻ. യു നമുക്ക് അറിയത്തില്ല, നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. വാട്ട് വാസ് ദ സ്റ്റാർട്ടിംഗ് സ്പീഡ് എന്ന് ചോദിച്ചത് യു ആണ് കണ്ടുപിടിക്കേണ്ട ആള്. അതുപോലെ എ നമുക്കറിയത്തില്ല, റേറ്റ് അറ്റ് വിച്ച് ദ സ്പീഡ് ഈസ് ഇൻക്രീസിങ്, അതാണ് എ. അപ്പൊ ഇത് രണ്ടും നമുക്ക് അറിയത്തില്ല, പക്ഷെ ടി അറിയാം, ടി 1 സെക്കൻഡ് ആണെന്ന് അറിയാം. അപ്പൊ എനിക്ക് എന്ത് എഴുതാം, സ്പീഡ് എന്ന് പറയുന്നത് യു പ്ലസ് എ ഇൻറ്റു 1 ആണ്. ഓക്കെ, ഇനി ആ ഒരു സ്പീഡ് എത്രയാണെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടല്ലേ, ഉണ്ടല്ലോ, ഉണ്ട്. ദ സ്പീഡ് അറ്റ് 1 സെക്കൻഡ് ഈസ് 5 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡിന്റെ സ്ഥലത്ത് എനിക്ക് എഴുതി കൊടുക്കാൻ പറ്റുന്നത്. അപ്പം 5 ഈസ് ഈക്വൽ ടു യു പ്ലസ് എ എന്ന് വരും. എ എന്ന് വന്നത് എങ്ങനെയാ, എ ഇൻറ്റു 1 എ. അതുപോലെ എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും ബോർഡ് മാസ്റ്ററിൽ നമ്മൾ ഓർക്കണം, ആദ്യം മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടേ സബ്ട്രാക്ഷൻ ചെയ്യാവുള്ളൂ. അതുകൊണ്ട് എ ഇൻറ്റു 1 ആണ് ആദ്യം ചെയ്തത്, അത് എ എന്നായി. സ്പീഡിന്റെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു 5 മീറ്റർ പെർ സെക്കൻഡ്, അതിവിടെ കൊടുത്തു. അപ്പൊ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി രണ്ടാമത്തെ സിറ്റുവേഷനിൽ അവർ പറഞ്ഞത് ടൈം 5 സെക്കൻഡ് ആകുമ്പോഴത്തെ സ്പീഡ് തന്നിട്ടുണ്ട് അല്ലേ. ടൈമിന് 5 സെക്കൻഡ് എന്ന് കൊടുത്തു കഴിയുമ്പോഴത്തെ സ്പീഡ് അവർ പറഞ്ഞിരിക്കുന്നത് 13 ആവുന്ന, 13 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ എനിക്ക് സ്പീഡിന്റെ ഇക്വേഷനിലോട്ട് സ്പീഡ് ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് 13 ഈസ് ഈക്വൽ ടു എന്ന് എഴുതാം അല്ലെ. സ്പീഡ് 13 ആണ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് സ്പീഡിന്റെ പ്ലേസിൽ ഞാൻ 13 എന്ന് കൊടുത്തു. യു നമുക്ക് അറിയത്തില്ല, അപ്പൊ യു അതുപോലെ തന്നെ എഴുതി. എയും അറിയത്തില്ല, എയും അതുപോലെ എഴുതി. പക്ഷെ ടൈം നമുക്ക് ഇവിടെ കഥയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് 5 സെക്കൻഡിലാണ്. ടൈം 5 സെക്കൻഡ് ആകുമ്പോഴാണ് സ്പീഡ് 13 ആവുന്നത്. അപ്പൊ ടൈമിന്റെ പ്ലേസിൽ എനിക്ക് 5 എന്ന് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതെ ഒരു ഇക്വേഷൻ, അടുത്ത ഇക്വേഷൻ ഫോം ആയിട്ടുണ്ട്. 13 ഈസ് ഈക്വൽ ടു യു പ്ലസ് 5a. കണ്ടോ, അങ്ങനെ രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, ഇത് നമുക്ക് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ആൾക്കാരെ കിട്ടും. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ നമുക്കൊന്ന് ഫോം മാറ്റിയ യു പ്ലസ് എ ഈക്വൽ ടു 5 എന്നാക്കാൻ പറ്റും, അല്ലെങ്കിൽ തിരിച്ചും മറിച്ചും. യു പ്ലസ് എടുത്ത് ലെഫ്റ്റിലോട്ട് കൊണ്ടുവന്നു, 5 എടുത്ത് റൈറ്റിലോട്ട് കൊണ്ടുപോയി. അതുപോലെ അപ്പുറത്തിരിക്കുന്നയാള് യു പ്ലസ് 5a ഈക്വൽ ടു 13 എന്നാണ്. അപ്പൊ ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 13 നിന്ന് 5 സബ്ട്രാക്ട് ചെയ്യുന്നതാണ് എളുപ്പം. എന്നാൽ ഇത് ഇങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, ആ 13 എന്ന് വന്നത് ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഇക്വേഷൻ ആയിരുന്നു അല്ലേ. അപ്പൊ സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ഫസ്റ്റ് ഇക്വേഷൻ ആണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് മൈനസ് ഫസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും യു മൈനസ് യു സബ്ട്രാക്ട് ആയി പോയി അല്ലേ. പിന്നെയോ 5a മൈനസ് എ, 5a മൈനസ് എ ഇവിടെ 4a എന്ന് വരും. അതുപോലെ 13 മൈനസ് 5 അല്ലെ, റൈറ്റ് സൈഡിൽ 13 മൈനസ് 5 8 എന്ന് വരും. അപ്പോ നമുക്ക് കിട്ടിയത് 4a ഈക്വൽ ടു 8, a ഈക്വൽ ടു a കിട്ടണമെങ്കിൽ ഈ 4നെ നമ്മളെടുത്ത് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകണം.
4ന്റെ ഇവിടുത്തെ ജോലി മൾട്ടിപ്ലിക്കേഷൻ, റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും. അപ്പൊ 8 ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞ 2. ഇപ്പൊ എയുടെ വാല്യൂ കിട്ടി 2 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 1 സെക്കൻഡ്. ശരിക്കും ഫിസിക്സിൽ ഇതിന് നമ്മൾ പറയുന്നത് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നായിരിക്കും. ആക്സിലറേഷൻ ആണ് ഈ പറഞ്ഞ ആള്. ആക്സിലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് നമുക്കറിയാം. എന്തായാലും ഈ ക്വസ്റ്റിനകത്ത് മീറ്റർ പെർ സെക്കൻഡ് ഇൻ ഈച്ച് സെക്കൻഡ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളും അങ്ങനെ എഴുതിയേ ഉള്ളൂ കേട്ടോ. ഇത് കണ്ടോ, എവറി സെക്കൻഡ് അങ്ങനെയാണ്, മീറ്റർ പെർ സെക്കൻഡ് ഇൻ എവറി സെക്കൻഡ്. അതുപോലെ തന്നെ യൂണിറ്റ് എഴുതി കൊടുത്താൽ മതി. ഇനി അത് മാത്രം പോരല്ലോ, നമുക്ക് യുവും കൂടി കണ്ടുപിടിക്കണം അല്ലെ, സ്റ്റാർട്ടിംഗ് സ്പീഡ്. അതിന് ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഇങ്ങോട്ട് എടുക്കാം. ഇതിനകത്ത് ഏറ്റവും എളുപ്പമുള്ള ഇക്വേഷൻ ഈ ഫസ്റ്റ് ഇക്വേഷൻ തന്നെയാണ്. അപ്പൊ അത് തന്നെ അങ്ങോട്ട് എടുത്തേക്കാം. അതിനകത്ത് ഇപ്പൊ കിട്ടിയ എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോ യുവും കിട്ടും. ഓക്കെ, സോ 5 ഈസ് ഈക്വൽ ടു യു നമുക്കറിയത്തില്ല, എയുടെ വാല്യൂ 2. ഇത് നമുക്കറിയാം 3 + 2 ആണ് 5 എന്നല്ലേ. അല്ലെങ്കിൽ യു ഈസ് ഈക്വൽ ടു 5 - 2 3 മീറ്റർ പെർ സെക്കൻഡ്. സ്പീഡിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെ ആക്സിലറേഷൻ 2 മീറ്റർ പെർ സെക്കൻഡ് ഇൻ ഈച്ച് സെക്കൻഡ്. ആൻഡ് സ്റ്റാർട്ടിംഗ് സ്പീഡ് ഉദ്ദേശിക്കുന്നത് t is equal to 0. ഒബ്സർവേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തെ സ്പീഡ് 3 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. ഓക്കെ, കുട്ടികൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.